നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരാഴ്ചയായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയമാണല്ലോ. എങ്കിലും അതൊന്ന് ചർച്ച ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം മതങ്ങളെ കുറിച്ചിട്ട് ഒരു മതത്തിനെ കുറിച്ച് മറ്റൊരു മതത്തിലുള്ളവർ അറിയാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാതെ വരുമ്പോഴാണ് അതിനോട് വിരോധങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ആ വിരോധം നമുക്ക് കിട്ടിയ ചില അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നേ ഉള്ളൂ. ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് എടുത്താൽ അങ്ങനെ വിചാരിച്ചാൽ മതി. മിക്കവാറും പേർക്ക് ഇതിൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും എനിക്ക് കിട്ടിയ ചില അറിവുകൾ പങ്കുവെക്കുന്നു എന്ന് മാത്രം. താല്പര്യമുള്ളവർ കേൾക്കുക. അപ്പൊ ഇതില് ഞാൻ കുറച്ചു കാലം ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ കേരളത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ താമസിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ സംസ്കാരം പഠിക്കാനും മതം പഠിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിനോട് നമുക്ക് വിരോധം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ മതത്തിനെ കുറിച്ച് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ കുറെ മതങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നതോടുകൂടി ശരിക്കും ഓരോ മതത്തിനെ കുറിച്ച് പഠിച്ചവർക്കും മറ്റു മതത്തിനോട് വിരോധം ഉണ്ടാവുകയില്ല. അപ്പൊ ഒരുപക്ഷെ ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയാണ്. കാരണം അവിടെയാണ് ഞാൻ എനിക്ക് കൂടുതൽ ശിഷ്യ സമ്പത്തുള്ളതും എന്നോട് വളരെയധികം സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ കൂടെ നിർത്താനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു നല്ല സ്നേഹമുള്ള വലിയൊരു സമുദായം അല്ലെങ്കിൽ സ്നേഹമുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം. ഞാനൊരു പ്രത്യേകിച്ച് മതത്തിനെ കുറിച്ച് പറയാത്തത് വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാവുമെങ്കിലും അത് പറയാം. അതുകൊണ്ട് ഈ മുസ്ലിം മതത്തിലുള്ള ആളുകൾ അതിൽ കൂടുതൽ പേരും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ വർഗീയത ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നാറുള്ളത്. അതിൽ ഈ അറബി കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിഷ്കളങ്കരായ അവരാണ് എന്ന് തോന്നിപ്പോകാറുണ്ട്. തോന്നിപ്പോകല്ല, അത് സത്യവുമാണ്. അതേപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള നിഷ്കളങ്കരായ കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളത് ഗുജറാത്തിലും രാജസ്ഥാനിലുമാണ്. കാരണം അവർ അധ്യാപകർക്ക് നല്ല ബഹുമാനവും ആദരവും ഒക്കെ നൽകുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഇവര് നമ്മളോട് വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സ്നേഹമുള്ളവരാണ്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിലും ഒരു ശതമാനം ആളുകൾ, ഒരു ശതമാനം ഞാൻ പറയുന്നില്ല, കുറച്ച് ആൾക്കാർ ഈ തീവ്രവാദത്തിലേക്ക് പോയി അവരാണ് നശിപ്പിക്കുന്നത്. അപ്പൊ അവരിലൂടെ നമ്മൾ മതം കാണാൻ ശ്രമിക്കരുത്. ആ മതത്തിലുള്ള ഏത് മതത്തിലാണെങ്കിലും അതിന്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ക്രിസ്ത്യൻ മതത്തിനെ കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് അറിയുമായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പൊ എനിക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങൾ ഞാൻ അത് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വിഷയം പറയുന്നത് ക്രിസ്ത്യാനികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആധാരമാക്കിയിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ഈ കേരള ന്യൂനപക്ഷ കമ്മീഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള, അതായത് ശോഭാഭി നായർ, അവര് കേരള യൂണിവേഴ്സിറ്റിയുടെ HOD ആയിരുന്നു സോഷ്യോളജിയുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ അവര് ഇപ്പൊ പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അതിൽ പ്രത്യേകിച്ച് CSI പെന്തക്കോസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പരാമർശിക്കുന്നത്. വളരെ ദൈർഘ്യമുള്ള റിപ്പോർട്ടാണ്, പക്ഷെ ഞാൻ ചുരുക്കിയിട്ടാണ് ഇതിൽ പറയുന്നത്. വേണ്ടവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ആ റിപ്പോർട്ട് വായിച്ചു നോക്കുക. അപ്പൊ അത് ഒരു ആധികാരികമായ റിപ്പോർട്ടാണ്. അതായത് നമ്മളിതിൽ പറയുന്നത് 2011 ആ കാലഘട്ടത്തിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ 54.73% ഹിന്ദുക്കളും അതുപോലെ 26.56% ഇസ്ലാമുകളും അതുപോലെ തന്നെ 18.38% ക്രിസ്ത്യൻസുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബാക്കി വരുന്ന 0.32% ആണ് ഈ അതർ കാസ്റ്റിൽ പെടുന്ന ആൾക്കാർ വരുന്നത്. അപ്പോൾ ഏകദേശം കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3,34,661 പേരില് 61,41,269 പേരാണ് ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ 61.41 ലക്ഷം ക്രിസ്തു മത വിശ്വാസികളിലെ 37.44 ലക്ഷം പേരാണ് കത്തോലിക്കരായിട്ട്. അപ്പൊ കത്തോലിക്കരാണ് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ. അതിൽ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്നത് 13.7 ലക്ഷമാണ്. മാർത്തോമ സിറിയക്കാർ എന്ന് പറയുന്നത് 4.5%. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് 2.74%. പെന്തക്കോസ്റ്റ് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് 2.14%. പിന്നെ ബാക്കി വരുന്ന, അതായത് ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് 1.6% ഇതിൽ ആകെ ഉള്ളത്. അപ്പൊ 61% പേരും കത്തോലിക്കര്, 21% പേര് യാക്കോബക്കാര്. ബാക്കിയൊക്കെ 10-ൽ താഴെ ഉള്ളൂ ബാക്കിയുള്ള വിഭാഗങ്ങൾ കേരളത്തിലുള്ളത്. അപ്പോ കേരള റിലീജിയസ് സെൻസസ് പ്രകാരമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ കേരളത്തിലെ റോമൻ കത്തോലിക്കർ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ലാറ്റിൻ
സീറോ മലബാർ, സീറോ മലങ്കര കാത്തോലിക്ക സഭകളിൽ പെട്ടവരാണ്. നമുക്കിനി കേരളത്തിലെ ഈ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഉണ്ടായത്? ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്. അതായത് AD 52-ാം നൂറ്റാണ്ടില് സുവിശേഷ പ്രചാരണത്തിന് വന്നിട്ടുള്ള അപ്പോസ്റ്റലിനായിട്ടുള്ള തോമസ് പുണ്യാളനായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇവിടെ നിന്നുള്ള ഹിന്ദുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റം ചെയ്തത് എന്ന് പറയുന്നു. അതായത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ എത്തിയതോടെ ക്രിസ്തുമതത്തിന്റെ ആരംഭം തുടങ്ങുന്ന അവിടെ നിന്നാണെന്നാണ് വിശ്വാസം. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ പാലയൂർ ഗ്രാമത്തിലെ ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ മതപരിവർത്തനത്തിന് വിധേയരായവര്. അപ്പോ സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ള ക്രിസ്ത്യാനികളെല്ലാം ഈ ബ്രാഹ്മണരിൽ നിന്ന് മതം മാറ്റി വന്നതാണെന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത്. ഈ തോമസ് ലീഹയുടെ വരവിനെ കുറിച്ചിട്ടൊക്കെ ചരിത്രകാരന്മാർക്ക് വിഭിന്നമായ അഭിപ്രായമാണ് ഉള്ളത്. അപ്പൊ ഇവർ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് നസ്രാണികളെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സെന്റ് തോമസ് കേരളത്തിൽ വന്നിട്ട് 7 പള്ളികളും ഒരു അരപ്പള്ളിയുമാണ് സ്ഥാപിച്ചത്. ഈ അരപ്പള്ളി ചിലർക്ക് സംശയം ഉണ്ടാവും. അരപ്പള്ളി എന്ന് പറയുന്നത് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലുള്ള തിരുവിതാംകൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ആ അരപ്പള്ളി എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം കൃത്യമായ രേഖകളൊന്നുമില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് ചിലപ്പോൾ ഒരു ചെറിയ ദേവാലയം, മറ്റു പള്ളികളെ അപേക്ഷിച്ച് ചെറിയ ദേവാലയം എന്നതുകൊണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ അരമന അല്ലെങ്കിൽ അരയാൽ എന്നതിനോട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ജെറുസലേമിലെ ശലോമൻ രാജാവ് നിർമ്മിച്ച പള്ളിയുടെ ആ പള്ളിയുടെ പകുതിയാണ് വലിപ്പം, അതായത് കണക്കനുസരിച്ച് പകുതിയാണ് ഈ പള്ളി ഉള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം അരപ്പള്ളി എന്ന് പറയുന്നതെന്ന് കരുതപ്പെടുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. അപ്പോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അതായത് ഈ സെന്റ് തോമസിന്റെ ആ അനുയായി പിന്നീട് വന്ന അവരുടെ ആൾക്കാരാണ് അവര് മതം മാറ്റിയായിട്ടുള്ള, അല്ലെങ്കിൽ സെന്റ് തോമസ് പുണ്യാളം മതം മാറ്റിയുള്ള ബ്രാഹ്മണരിൽപ്പെട്ട കുറെ ആളുകളാണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് ഉയർന്നവരെന്ന് ചിലവർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ AD 345 കാനായി തോമ എന്ന കച്ചവട പ്രമാണിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കേരളത്തിലേക്ക് വന്നു. അവര് ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ക്രിസ്ത്യാനികളുമായിട്ട് ഇടപഴകി അവര് കല്യാണം കഴിച്ചു. പിന്നീട് ഇവര് രണ്ടു കൂട്ടരും ഒരേ വിഭാഗം ക്രിസ്ത്യാനികളായിട്ട് മാറി. അപ്പൊ കിഴക്കൻ പള്ളികളിലെ പ്രാർത്ഥനാ രീതികളാണ് ഇവർ പിന്നീട് കൊണ്ടുവരുന്നത്. അവര് മലയാളത്തെ, അതായത് അന്നത്തെ ഇതിൽ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവട്ടെ വെച്ചിട്ട് മലയാള ഭാഷയെ അവര് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മലങ്കര സിറിയാനി ക്രിസ്ത്യാനികളായിട്ട് അറിയപ്പെട്ടു. സാധാരണയായിട്ട് സിറിയൻ ക്രിസ്ത്യാനികളായിട്ടും ഇവരെ വിളിക്കാറുണ്ട്. അപ്പൊ സിറിയയിലെ പുരാതന നഗരമായ അന്തിയോക്കിൽ പാത്രിയാർക്കിസിന്റെ അധീനതയിലാണ് ഈ പള്ളികളൊക്കെ ഉണ്ടായിരുന്നത്. അവർക്കായിരുന്നു കൂടുതൽ, അവരാണ് ഇതിനെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ ഇവരുടെ ഈ സംസ്കാരം കേരളത്തിന്റെ എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്നു. അങ്ങനെ യാഥാസ്ഥിതിക അന്തിയോക്കൽ പള്ളിയുടേതായ പ്രാർത്ഥനാശ്രമമാണ് ഇവിടെ തുടർന്നു പോന്നിരുന്നത്. യേശുക്രിസ്തുവിന്റെയും ശിഷ്യരുടെയും ഭാഷയായ സിറിയൻ അരാമൈക്കിന്റെ പ്രാദേശിക ഭാഷ സിറിയക്കാണ്. അതുകൊണ്ടാണ് ഇവരെ സിറിയക്കാർ എന്ന് വിളിച്ചിരുന്നതെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. അല്ലാതെ സിറിയയിൽ നിന്ന് വന്നതുകൊണ്ടല്ല എന്നും പറയുന്നവരുണ്ട്. അപ്പൊ ഇന്നത്തെ സിറിയൻ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളിൽ നിന്ന് മതം മാറി വന്നവരാണ്. ഏതാണ്ട് 4-ാം നൂറ്റാണ്ടും 15-ാം നൂറ്റാണ്ടിന്റെ ആ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് മലങ്കര സിറിയാനി പള്ളിയിലെ കേരളത്തിലെ യാഥാസ്ഥിതിക അന്തിയോക്കൽ സിറിയൻ പള്ളികളുടെ അതിന്റെ ഒരു ഭാഗമായിട്ട് പിന്നീട് തുടർന്നു. 16-ാം നൂറ്റാണ്ടില് കത്തോലിക്ക മിഷണറീസ് വന്നു ഇവിടുന്ന്, പോർച്ചുഗീസില്. അപ്പൊ അവര് കുറെ അവരുടെ ഇതിലേക്ക് മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതായത് അവര് റോമൻ രീതികളാണ് അവലംബിച്ചു പോന്നിരിക്കുന്നത്. പതിയെ സാധാരണക്കാരായ മലയാളികളെ റോമൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് മതപരിവർത്തനം അവർ നടത്തി. ഇവര് നിലവിലുള്ള സിറിയൻ ക്രിസ്ത്യൻ പള്ളികളെ റോമൻ കത്തോലിക്ക പള്ളികളാക്കി മാറ്റി. അങ്ങനെ ആദ്യമായിട്ട് റോമൻ പോപ്പ് മലബാറിൽ ബിഷപ്പുമാരായിട്ട്, അതായത് റോമിൽ നിന്നാണ് നിയമിക്കുന്നത്. അപ്പൊ റോമൻ കത്തോലിക്കരുടെ അധിനിവേശം മൂലം മധ്യ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ ബിഷപ്പുമാരെ കൊണ്ടുവരുന്നതിൽ ഈ വിഭാഗം, അതായത് സിറിയൻ ക്രിസ്ത്യാനികളുടെ ശ്രമം പരാജയപ്പെട്ടു. ഇതിലൊരു എതിർപ്പ് അവർക്ക് ഉണ്ടായി വന്നു. അതേ സമയത്ത് ഈ പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങളൊക്കെ വിജയിക്കുകയും ചെയ്തു. ബാബിലോണിയയിൽ നിന്നും ബിഷപ്പുമാരെ കൊണ്ടുവരാൻ സിറിയൻ ക്രിസ്ത്യാനികൾ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വിരോധങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇവിടെ തന്നെ ഭിന്നിപ്പൊക്കെ തുടങ്ങി. പിന്നീട് 1653
കൂനൻ കുരിശ് പ്രതിഷേധം എന്ന് പറയും. ഈ കൂനൻ കുരിശ് പ്രതിഷേധത്തെ കുറിച്ചിട്ട് പലർക്കും അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ട് പറയാണ്. 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിൽ ഒരു 2500 കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ 2500 എന്നാണ് ഇതിലൊരു രേഖ കാണുന്നത്. അവരെല്ലാവരും കൂടിയിട്ട് ഒരു വലിയൊരു കുരിശ് വടം വെച്ചിട്ട് വലിയൊരു കുരിശ് തൊട്ട് ഒരു വലിയൊരു പ്രാർത്ഥന നടത്തി. ഈ വടം വലിച്ചതുകൊണ്ട് ഈ കുരിശ് വളഞ്ഞുപോയെന്നും അതുകൊണ്ടാണ് കൂനൻ കുരിശ് എന്ന് പറയുന്നതെന്നൊക്കെ അറിയാം. എന്തായാലും അവര് ഭയങ്കര ഒരു വലിയൊരു പ്രതിജ്ഞ ചെയ്തു. അവരവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു, പുത്തൻകൂർ എന്നും പഴയ കൂർ എന്നും. അതിനെക്കുറിച്ച് ഞാൻ അർണോസ് പാതിരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെറിയൊരു ഭാഗം ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. അത് വേണ്ടവർക്ക് അത് കാണാം. ആ വീഡിയോ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുമില്ല. അപ്പൊ അതില് പ്രധാനമായിട്ട് റോമൻ പോപ്പിന്റെ അധീനതയിലുള്ള, അതായത് പഴയ കൂർ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് റോമൻ പോപ്പിന്റെ അധീനതയിലുള്ള സീറോ മലബാർ സഭ, അതാണ് അവര്. അതേസമയം ലാറ്റിൻ സംസ്കാരത്തിലെ ചില അംശങ്ങൾ മലയാള ഭാഷ പ്രാർത്ഥനാ രീതികളിൽ അവർ കൊണ്ടുവരാനും ശ്രമിച്ചു. പുത്തൻകൂർ, അതായത് സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറയും. അതായത് പേര് കേട്ട പുത്തൻകൂർ പുതിയ ആശയങ്ങളാണെന്ന് തോന്നുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അവര് പുതിയ ആശയങ്ങളല്ല. അവര് പോർച്ചുഗീസ് അധിനിവേശത്തിന് മുൻപേ ഉണ്ടായിരുന്ന ആ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുകയും തങ്ങളുടെ ബിഷപ്പുമാരെ ബാബിലോണിയിൽ നിന്നും അന്ത്യോക്കിൽ നിന്നും കൊണ്ടുവരികയും മലങ്കര സിറിയൻ ക്രിസ്ത്യാനി പാരമ്പര്യം തുടരുകയും ചെയ്തു. അപ്പോ ഇവരുടെ ലാറ്റിൻ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതി അവര് ഉപയോഗിച്ചു. 150 വർഷത്തോളം മലങ്കരയും അന്ത്യോക്കും രണ്ടായി തന്നെ നിലനിന്നു. പിന്നീട് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നു. പിന്നീടാണ് 1660 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോടുകൂടി അപ്പൊ ഇന്ത്യയിലും കേരളത്തിലും മതപരിവർത്തനമൊക്കെ അങ്ങ് തുടങ്ങി വ്യാപകമായിട്ട്. അപ്പോ ഈ എങ്ങനെയാണോ പോർച്ചുഗീസുകാർ ഈ സിറിയൻ ക്രിസ്ത്യാനികളെ റോമൻ അധീനയിലേക്ക് കൊണ്ടുവന്നത്, അതേപോലെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ മിഷണറിമാര് അവരുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. അതായത് സുറിയാനി ക്രിസ്ത്യാനികളെ പാശ്ചാത്യ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അവർ തുടർന്നത്. ഈ ശക്തമായ ഇടപെടലുകളെ അതിജീവിച്ച് സിറിയൻ പള്ളികൾ അന്ത്യോക്ക് പാത്രിയാർക്കീസുമായി ബന്ധം തുടർന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ഈ പോരാട്ടങ്ങളൊക്കെ അതിജീവിച്ച് അല്ലെങ്കിൽ ഇതിനൊക്കെ ഏറ്റുമുട്ടി അവർ ആ പാരമ്പര്യം തന്നെ തുടർന്നു. പിന്നെ എബ്രഹാം മലപ്പാൻ എന്ന ഒരു സിറിയൻ വൈദികൻ യൂറോപ്യൻ മിഷണറിമാരുടെ അവരുടെ കൂടെ കുറെ താമസിച്ച അവരുടെ സ്വാധീനത്താല് സിറിയൻ പ്രാർത്ഥനാക്രമത്തെ പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റ് രീതിയിൽ പരിഷ്കരിച്ചു. അപ്പോ ബിഷപ്പ് എബ്രഹാം മലപ്പാന്റെ സ്വാധീനത്താലാണ് പുതിയ വിഭാഗമായ മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് എന്ന പേരിൽ നവീകൃതമായ പള്ളികൾ ഉണ്ടായത്. അപ്പൊ പൈതൃക പള്ളിയായ അന്ത്യോക്കിന്റെ ആധിപത്യത്തിൽ നിന്നും ഇവർ പതിയെ മാറി. വേർപിരിയലിന് ശേഷവും മാർത്തോമ പള്ളികൾ സിറിയൻ ഓർത്തഡോക്സ് പള്ളികളുടെ പല ആരാധനാക്രമങ്ങളും കുർബാന സംബന്ധമായ രീതികളും തുടർന്നു പോരുന്നു. ഇനി CSI പെന്തക്കോസ്റ്റ് പള്ളികളുടെ ആരംഭത്തെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആംഗലേയ മിഷണറിമാർ സാധാരണ ജനങ്ങളെ മതം മാറ്റാൻ തുടങ്ങി. അപ്പൊ ഇവർ ബൈസൽ മിഷൻ, അതുപോലെ തന്നെ പ്രസ്ബറ്റീരിയൻ, ബാപ്റ്റിസ്റ്റ് എന്നീ വിഭാഗങ്ങളൊക്കെ ആയിട്ട് സംയോജിച്ചു. അവരാണ് CSI, അതായത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സ്ഥാപിക്കുന്നത്. അതുപോലെ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് മാർത്തോമ, അതുപോലെ CSI ചർച്ചുകൾ, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ പള്ളികൾ വന്നു. അപ്പൊ CSIയുടെ പള്ളികളുടെ പ്രാർത്ഥനാക്രമം എന്ന് പറയുന്നത് സിറിയൻ രീതിയും പ്രൊട്ടസ്റ്റന്റ് പ്രാർത്ഥനാ ക്രമം രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് CSIയുടെ രീതി. അതേസമയം ഇതിന്റെ സഹോദര സ്ഥാപനമായിട്ടാണ് CNI വരുന്നത്. CNI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയാണ്. അപ്പൊ ഈ പുതിയ പള്ളികൾക്ക് കേരളത്തിലെ എല്ലാ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. മലമ്പര പള്ളികള് പിന്നീട് 4ാമത് വിഭജിക്കപ്പെട്ടു. 1912 മാട്രിയിൽ നിന്നെത്തിയ കേരളത്തിൽ വന്നിട്ടുള്ള പാട്രിയാർക്ക് അദ്ദേഹം സിറിയൻ പള്ളിയിലെ തദ്ദേശീയ ബിഷപ്പായ വട്ടാശ്ശേരിയിൽ മാർ ദിനിയോസിനെ കാത്തോലിക്കസ് എന്ന പദവിയിലേക്ക് ഉയർത്തിയോടെ പള്ളികൾക്ക് ഇടയിൽ ഇതൊരു വലിയ തർക്കത്തിന് ഇടയായി. അപ്പൊ ഇതില് തെക്കൻ ഇടവകയില് ചിലർ വട്ടാശ്ശേരിയിലെ ഈ മാർദിനോസിന്റെ പക്ഷം ചേർന്നു. അതുപോലെ വടക്കൻ ഇടവകയിലെ മുഴുവൻ പേരും സിറിയൻ അന്ത്യോക്കില് പാത്രിയാർക്കീസിന്റെ കീഴിലുള്ള സിറിയൻ ചർച്ചിന്റെ ഭാഗമായിട്ട് തുടരുകയും ചെയ്തു. മാർദിനിയോസിന്റെ പക്ഷം കാത്തോലിക്കസ് അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആന്റിയോക്ക് പാത്രിയാർക്കീസിന്റെ ആ രീതിയിലുള്ള അവര് മലങ്കര യാക്കോബായ സിറിയൻസ് എന്നാണ് വിളിച്ചു വരുന്നത്.
അപ്പൊ റോമൻ കത്തോലിക്കരുടെയും യാഗോബക്കാരുടെയും എല്ലാ രീതിയും ആരാധന അനുഷ്ഠാനങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. മലങ്കര വിഭാഗത്തിന്റെ പുത്തൻകൂർ വിഭാഗത്തിന്റെ ആംഗലേയ പള്ളികളുടെ ഇടപെടലിനോടുള്ള പ്രതിഷേധമായിട്ട് മാവേലിക്കരയിൽ 1836 സിനഡ് വിളിച്ചുകൂട്ടുകയും അവർ അന്തിയോക്ക് പാത്രിയാർക്കിസിനെയും സിറിയൻ പാരമ്പര്യത്തെയും മാത്രമേ അംഗീകരിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോ ഈ സമയത്ത് വേറൊരു വിഭാഗം വന്നു. അതായത് നമുക്കറിയാം, മലങ്കര വിഭാഗത്തിൽ നിന്നും, അതായത് നവീകരിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ മിഷണറിമാരുടെ വേറൊരു വിഭാഗത്തിലേക്ക് അത് മാറി. അതൊരു വിഭജനത്തിലേക്ക് കലാശിച്ചു. 1947 സെപ്റ്റംബർ 27 ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ മറ്റൊരു ആംഗ്ലിക്കൻ പള്ളിയായിട്ട് ഇവര് സംയോജിച്ചിട്ട് പുതിയ ഒരു പള്ളി സ്ഥാപിച്ചു. ആംഗ്ലിയൻ വിഭാഗത്തിലെ സ്വയം ഭരണാവകാശമുള്ള ഒരു ഇന്ത്യൻ ചർച്ചായിട്ട് അത് മാറി. ഇനി പെന്തക്കോസ്റ്റിനെ കുറിച്ച് പറയാം. 1909 ജോർജ് ബെർഗ് എന്ന അമേരിക്കൻ മിഷണറി കേരളത്തിൽ എത്തിയതുകൊണ്ടാണ് ഈ പെന്തക്കോസ്റ്റ് ഇത് തുടങ്ങുന്നത്. അപ്പൊ 20-ാം നൂറ്റാണ്ടിലെ എത്തിയ മിഷണറിമാരിൽ പ്രധാനിയായിരുന്നു റോബർട്ട് കുക്ക്. 1914 അദ്ദേഹം പെന്തക്കോസ്റ്റ് പൗരോഹിത്യം ആരംഭിച്ചു. 1920 കൊട്ടാരക്കരയിലെ തിക്കണ്ണാമംഗലത്തുള്ള കല്ലൂർ ചാക്കോ എന്ന വ്യക്തിയുമായി ഒരു പരിചയം സ്ഥാപിച്ച് ആ ആസ്ഥാനം തൃക്കണ്ണാമംഗലത്തേക്ക് മാറ്റി. പിന്നീട് മലങ്കര ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു. 1923 സൗത്ത് ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, അതിനെ ഫുൾ ഗോസ്പൽ എന്ന് പറയും, എന്ന പേരിൽ 35 പള്ളികൾ ഇവര് ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്കയിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. പാസ്റ്റർ KE അബ്രഹാം പാസ്റ്റർ കുക്കുമായി ചേർന്ന് ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് എന്ന ഒരു സ്ഥാപനത്തിന് അടിസ്ഥാനമിട്ടു. പിന്നീട് തലസ്ഥാനം മുളക്കുഴിയിലേക്ക് മാറ്റി. ഈ സമയത്ത് സ്ഥാപിച്ച 2 പള്ളികളിൽ ഒന്ന് ശ്രീലങ്കയിലാണ്, ദ പെന്തക്കോസ്റ്റൽ മിഷൻ, മറ്റൊന്ന് KE ഇബ്രഹാം സ്ഥാപിച്ച ദ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്. അപ്പൊ ഓർത്തഡോക്സ് പള്ളികളുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം CMS മിഷണറിമാര് അവരുടെ പ്രവർത്തനങ്ങൾ ദളിതരുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ദളിതരുടെ ഇടയിൽ പുലയർ, ചേരമർ, പറയ, സാംബവ വിഭാഗം കൂടുതലായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. ദളിതർ ക്രിസ്തുമതം സ്വീകരിച്ചതിലൂടെ സാംസ്കാരികമായും സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്ന ചുറ്റുപാടിൽ എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവർ ക്രിസ്തീയ വിഭാഗമായ പുതു ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവരെ മറ്റുള്ളവർ മാറ്റി നിർത്തി അവരുടെ പള്ളികളിൽ കൂടി പ്രവേശിപ്പിക്കാതായി. അങ്ങനെ ഇവർക്ക് വേണ്ടി വേറെ പള്ളികൾ വന്നു. ഇവരെ സമൂഹം കാണുന്നത് പുലയ ക്രിസ്ത്യാനി എന്നും പറയ ക്രിസ്ത്യാനി എന്നുമാണ്. അപ്പൊ കൊല്ലം, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ഇവരുടെ എണ്ണം കൂടുകയും പുതിയ ഒരു ഇടവക സ്ഥാപിക്കുകയും ചെയ്തു. ഇവർക്ക് മാത്രമായിട്ടൊരു പള്ളി. ആ പള്ളികളും ഇടവകളിലും ബിഷപ്പുമാരുണ്ട്. പക്ഷെ ആ ബിഷപ്പ് കൂടി, റിപ്പോർട്ടിൽ പറയുന്നതാണ്, ബിഷപ്പ് കൂടി ഉന്നത ജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ്. അപ്പൊ അവരെന്താണോ ആഗ്രഹിച്ചു വന്നത് അത് അവർക്ക് കിട്ടിയില്ല. അവർക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ചില ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ റിസർവേഷൻ കിട്ടിയതും കൂടി ഇല്ലാതെയായി. അപ്പൊ എന്താണോ ആഗ്രഹിച്ചു പോയത് അതൊന്നും കിട്ടിയില്ല എന്നർത്ഥം ഈ പുതിയ വിഭാഗത്തിൽ വന്നത്. ഇപ്പൊ ഛത്തീസ്ഗഡിലാണെങ്കിലും മറ്റുള്ളിടത്ത് ഇനി മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് മതത്തിലും നമുക്ക് ഏത് മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ടത് ആഹാരം, വസ്ത്രം, പാർപ്പിടം. പിന്നെ സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ഒറ്റപ്പെടുത്താതെ എല്ലാവരും ഒരുമിച്ച് കാണുക, ഒരുമിച്ച് നിർത്തുക, അവരെ ആശ്വസിപ്പിക്കുക. അത് ഒരു നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ ചിന്ത, കൂട്ടായ എല്ലാ കാര്യത്തിനും സഹായം ഉണ്ടാകുമെന്നുള്ള തോന്നല്, ഇതൊക്കെ ഏത് മതത്തിൽ ഉണ്ടാകുന്നുവോ ആ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോക്ക് കുറയും. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ ഇത് ചില മതങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലത്ത് കാണുന്നില്ല. അപ്പൊ ഇത് ഉള്ളോടത്തേക്ക് ആളുകൾ സ്വാഭാവികമായിട്ട് പോകും. മതവിശ്വാസം രണ്ടാമത്തെ ഒരു ഇതിലേക്കാണ് വരുന്നത്. അതിൽ വളരെ കുറച്ചു പേര് മാത്രമേ 100% ഈ മതം വിശ്വസിച്ചിട്ട് വരുന്നവരുള്ളൂ. അതേസമയം അതിൽ ഭൂരിഭാഗം വരുന്നവർ ഇങ്ങനെ വല്ല തൊഴില്, അല്ലെങ്കിൽ മനുഷ്യന്റെ ദാരിദ്ര്യം, ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. അപ്പൊ ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളതിന് കടന്ന് ആക്രമിക്കാതെ നമ്മൾ ചെയ്യേണ്ടത്, ഏത് മതത്തിലുള്ളവരാണെങ്കിൽ ആ മതത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോ ഇത് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ചർച്ച ഒരു വിവാദ വിഷയമാക്കുന്നില്ല. വളരെ ചുരുക്കമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറയാറുള്ള പോലെ ഞാൻ സ്കോളറൊന്നുമല്ല. എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം.